സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം. എവിടെയോ കളഞ്ഞു പോയ കൗമാരം, എൻ്റെ പ്രേക്ഷകരുടെ മനസ്സെനിക്ക് വായിക്കാം. കൂടുതലൊന്നും പറയുന്നില്ല, പാട്ട് നിർത്തുന്നു. ഞാൻ ഈ മൂളിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ വരികൾ ശക്തി എന്ന ചിത്രത്തിലെ 1980 റിലീസായ ശക്തി എന്ന ചിത്രത്തിലെ മനോഹരമായൊരു ഗാനമാണ്. KJ ജോയാണ് സംഗീത സംവിധായകൻ. ബിച്ചു തിരുമലയാണ് ഈ പാട്ട് എഴുതിയത്. ഇവിടെ പറയാൻ കാര്യം, ധാരാളം സിനിമാ ഗാനങ്ങൾ നാം ഒക്കെ കേട്ടിരിക്കുന്നു, കണ്ടിരിക്കുന്നു. മിക്ക ഗാനങ്ങളും ആ സിനിമയുമായി ഇഴുകിച്ചേരുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ ആ സംഗീതവും വരികളും ദൃശ്യങ്ങളുമൊക്കെ ഒന്നിനൊന്ന് ഇഴുകിച്ചേരുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ പലതും മുഴച്ചു നിൽക്കുന്നില്ലേ എന്ന് നിങ്ങൾക്കും എനിക്കും തോന്നാം. സിനിമയെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നവർക്ക് ഇത് മനസ്സിലാകും. പക്ഷേ ഈ ഗാനത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ സംഗീതവും വരികളും ചിത്രീകരണവും, അതിൽ ചിത്രീകരണത്തിൽ പങ്കുകൊണ്ടിട്ടുള്ള നടീനടന്മാരുമൊക്കെ ഒന്നിനൊന്ന് ഈ സന്ദർഭവുമായി, ഈ പാട്ടുമായി ഇഴുകിച്ചേർന്നിരിക്കുന്നു. അത്രത്തോളം സിനിമയുമായി, ആ സന്ദർഭവുമായി ഇഴുകിച്ചേർന്നൊരു ഗാനമാണിത്. നിങ്ങളും ഞാനും ഒക്കെ ഇത് കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. എന്നാൽ യൂട്യൂബ് പരതുമ്പോഴാണ് പെട്ടെന്ന് ഈ ഗാനം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ ഒരു ചിന്ത ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ മിക്ക സിനിമാ ഗാനങ്ങളും സിനിമയ്ക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി അതിൻ്റെ നിർമ്മാതാക്കളും ബന്ധപ്പെട്ടവരും തയ്യാർ ചെയ്യുന്നു. പലപ്പോഴും അതിൻ്റെ ചിത്രീകരണം ഒരു വഴിക്കും, ആലാപനം ഒരു വഴിക്കും, സംഗീതം ഒരു വഴിക്കും, വരികൾ വേറൊരു വഴിക്കുമാണ്. ഏതാണ്ടൊരു 50% സിനിമാ ഗാനങ്ങളും സിനിമയെ ശ്രദ്ധാപൂർവം കാണുന്ന ആസ്വാദകർക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ ശക്തി എന്ന ചിത്രത്തിലെ ഈ ഗാനവും അതിൻ്റെ എല്ലാ ഘടകങ്ങളും ഒന്നിനൊന്ന് ഇഴുകി ചേർന്നിരിക്കുന്നു. മനോഹരമായൊരു ഗാനമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് കാണാത്തവർ, കേൾക്കാത്തവർ യൂട്യൂബിൽ പരതിയാൽ ഇത് കാണാം, ശ്രദ്ധിക്കുക. പിന്നെ ലിസ എന്നൊരു ചിത്രത്തെക്കുറിച്ച് 1978 ബേബി സംവിധാനം ചെയ്ത ലിസ എന്നൊരു ചിത്രം TV യിൽ കണ്ടതോർമ്മിക്കുന്നു. ഒരു നമ്മുടെ നാടൻ ഭാഷയിൽ പ്രേതം പിശാച് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സ്ത്രീയിൽ ഒരു അതീന്ദ്രിയ ശക്തി കൂടുന്ന കഥയാണ് ഈ ലിസയുടേത്. പ്രമേയപരമായി വലിയ മികച്ച സിനിമയല്ലെങ്കിലും അന്ന് ഹിറ്റായൊരു സിനിമയാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് 1987 തോന്നുന്നു തിയേറ്ററിൽ കണ്ടതോർമ്മിക്കുന്നു. വീണ്ടും ലിസ എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. ബേബി തന്നെയാണ് സംവിധായകൻ. PS നിവാസാണ് ഛായാഗ്രഹണം. 78 ലിസയ്ക്കും PS നിവാസ് തന്നെയാണ് ക്യാമറ ചലിപ്പിച്ചിട്ടുള്ളത്. 87 വീണ്ടും ലിസ ഒരു സിനിമ എന്ന നിലയിൽ നല്ലൊരു എൻ്റർടൈനറാണ്. നേരത്തെ പറഞ്ഞ പോലെ പ്രമേയത്തിൻ്റെ യുക്തിയോ
സാങ്കത്യമോ ഒന്നും നാം അന്വേഷിക്കരുതെന്നും മാത്രം. സാങ്കേതിക മേന്മയും ആ നിർവഹണത്തിലെ ഒരു പെർഫെക്ഷനും ഒക്കെ കൊണ്ട് വീണ്ടും ലിസ അന്ന് പ്രേക്ഷകർക്ക് രസമുള്ളതായി തോന്നി. ഈ കുഞ്ഞു ചിന്തകളാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. പിന്നെ മറ്റൊരു അഭ്യർത്ഥന കൂടി. കന്യാകുമാരി ജില്ലയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എൻ്റെ വീഡിയോകൾ കൂടുതലും. അപ്പോൾ കന്യാകുമാരി ജില്ലക്കാർ ധാരാളം വിദേശങ്ങളിൽ പല തൊഴിലുകളിലും ഏർപ്പെട്ടിരിക്കുന്നതറിയാം. അവരൊക്കെ എൻ്റെ വീഡിയോകൾ കാണുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് അർഹമെന്ന് തോന്നുന്ന ആ വീഡിയോകൾ ഷെയർ ചെയ്താൽ മതി. പ്രോത്സാഹിപ്പിക്കുക. കന്യാകുമാരി ജില്ലക്കാരൻ എന്ന നിലയിലാണ് എൻ്റെ ഈ അഭ്യർത്ഥന. നന്ദി, നമസ്കാരം.